ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ചിക്കൻ അച്ചാർ. ചിക്കൻ കൊണ്ട് നമുക്ക് നല്ലൊരു അച്ചാർ ഇന്ന് തയ്യാറാക്കി എടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കനാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും ബോൺലെസ് ചിക്കൻ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ചെറിയ പീസസ് ആക്കി ഒന്ന് മുറിച്ച് നന്നായിട്ട് കഴുകി വെക്കുക. നമ്മളല്ലാതെ ചിക്കൻ മേടിക്കുവാണെങ്കിൽ അതിൻ്റെ ബോണൊക്കെ മാറ്റിയിട്ട് ഇതുപോലത്തെ ചെറിയ പീസസ് ആക്കി എടുക്കുക. അപ്പോൾ ഏകദേശം ഞാനിന്നൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിന്ന് കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആ പൊടികളൊക്കെ നമ്മുടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. നമ്മൾ ചിക്കൻ ഇതുപോലെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം, ആ മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിതൊന്ന് മാറ്റി വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ പീസസ് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാനിന്നിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാണ് നമ്മളിന്ന് അച്ചാർ ചെയ്തെടുക്കാൻ പോകുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മുരിയാന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ഡാർക്ക് ആവണ്ട. ഒരു ഒരു 85% നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഒരു 1/4 പരുവം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് ഫ്രൈ ചെയ്താലേ ഭയങ്കര റഫായിരിക്കും, ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകത്തില്ല നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഈ ഒരു പരുവത്തിൽ മാത്രം നമ്മൾ വറുത്തെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ള ചിക്കൻ പീസസും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കണ്ടോ, ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത് കേട്ടോ. ഇനി ഇത് ഇത്ര ചിക്കനും കൂടി ബാക്കിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതും കൂടി നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ഇനിയിപ്പോൾ അച്ചാർ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, നമ്മുടെ ചിക്കൻ നമ്മൾ വറുത്ത് കോരി വെച്ചത്. ആദ്യം തന്നെ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു 4 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞെടുത്ത ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തേക്കണേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ അത് പച്ച മണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം മുളക് പൊടി ചേർക്കാം. ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. നമുക്ക് ലോ ഫ്ലെയിമിലായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറി ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ വിനാഗിരിയും വെള്ളം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഈ ഒരു ഗ്ലാസിൻ്റെ കറക്റ്റ് ഹാഫ്, പകുതി വിനാഗിരിയും ബാക്കി പകുതി വെള്ളമാണ്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേവരെ അല്പം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറല്ലേ, ഉപ്പ് കുറച്ചൊരല്പം ഒന്ന് കൂടി നിൽക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഈ കൂട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതേ നമ്മുടെ അച്ചാർ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. നമ്മളിനി ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടി ഇതിനകത്ത് കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റി വരും. പിന്നെ ഇത് ഇരുമ്പേട്ടിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് നേരം അതിൽ വെച്ചേക്കത്. ആ ഇരുമ്പിൻ്റെ ഒരു ചെവ ഉണ്ടാവും. വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാവും നല്ലത്. അപ്പോൾ നമുക്കിത് ഇത്രയായാൽ മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ അച്ചാർ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല മണമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.